Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu wa nashhadu an la ilaha illallah wahdahu la sharika lahu ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ഇസ്ലാമികമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വാഹനം എങ്ങനെയാണ് അതിലെ ആളുകളെയും വെച്ച് പോകേണ്ടത് എന്നൊരു ഡ്രൈവർക്ക് തീരുമാനിക്കാൻ കഴിയും. ഒരു പരിധി വരെ വളരെ സ്മൂത്തായി ശാന്തമായി കൊണ്ടുപോകാനും അതോടൊപ്പം എല്ലാ ഗട്ടറുകളിലും കുഴികളിലും ഇരിക്കുന്ന ആളുകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന രൂപത്തിലും കൊണ്ടുപോകാനും അതേ ഡ്രൈവർക്ക് തന്നെ സാധിക്കും. ഒരു വീടിന്റെ, നമ്മൾ താമസിക്കുന്ന ഒരു വീടിന്റെ യജമാനൻ, അതിന്റെ ഓണർ, അതിന്റെ ഡ്രൈവർ ഇസ്ലാമികമായി ആ വീടിലെ നമ്മുടെ ഇണയായ, നമ്മുടെ തുണയായ, നമ്മുടെ ഭാര്യയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ മർഅത്തു റാഇയത്തുൻ അലാ അഹ്ലി ബൈത്തി സൗജിഹാ വ വലദി. ഒരു വീടിന്റെ ഡ്രൈവർ, ഒരു വീടിന്റെ നാഥ, ആ വീട് എങ്ങനെയാകണം എന്ന് തീരുമാനിക്കാനുള്ള യഥാർത്ഥ കഴിവുള്ളത് ആ വീടിന്റെ ഉടമസ്ഥ എന്നല്ല പറഞ്ഞ ആ വീട്ടിലെ നമ്മുടെ ഇണയായ ഭാര്യയാണ്. ഒരു ഭാര്യക്ക് കഴിയും ഒരു പരിധി വരെ ആ വീട് സന്തോഷത്തോടുകൂടി നിലനിന്ന് പോകണമോ, അല്ല ആ വീട്ടിൽ കച്ചറകളുണ്ടായി, സംശയങ്ങളുണ്ടായി, വിവാഹത്തോടുകൂടി ഛിദ്രതകളുണ്ടായി, അവസാനം തമ്മിൽ തെറ്റിപ്പിരിയുന്നൊരവസ്ഥ ഉണ്ടാകണമോ എന്ന് തീരുമാനിക്കാൻ നമ്മുടെ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒട്ടുമിക്ക ഭാര്യമാർക്കും ദീനിന്റെ കൂടെ ക്ഷമയും സഹനവും ഉൾക്കാഴ്ചയും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ കഴിയും. എന്തുകൊണ്ടാണ് സഹോദരിമാരെ നിങ്ങളുടെ ഇക്കാക്കമാർ കല്യാണം കഴിച്ചത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമില്ലേ? എന്തിനാണ് നമ്മുടെ ഭർത്താക്കന്മാർ വിവാഹം കഴിച്ചത്? അവർക്ക് കൂട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്, യാത്രയുണ്ട്, പന്തുകളുണ്ട്, മീൻപിടുത്തുണ്ട്, അങ്ങാടിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേൾക്കാനുണ്ട്. ആസ്വദിച്ചങ്ങനെ ജീവിക്കുന്നതിനിടയിലാണ് ഒരു പ്രായമെത്തുമ്പോൾ അവർ നിങ്ങളെ വിവാഹം കഴിച്ചത്. എന്തിനാ കല്യാണം കഴിച്ചത്? എന്തിനാണ് എന്ന് ശരിക്കും ഓരോ ഇണകളും ഓരോ ഭാര്യമാരും അറിയണം. അവരോട് അല്ലാഹ് പറഞ്ഞു,
ഇവിടെ ഇരിക്കുന്ന ഓരോ വിവാഹം കഴിച്ച ആളുകളോടും അള്ളയും റസൂലും പറഞ്ഞു, അദ്ദുനിയ മതാഉൻ, ഈ ലോകത്ത് ഒരുപാട് സന്തോഷം നൽകുന്ന വിഭവങ്ങളുണ്ട്. എന്നിട്ട് പ്രവാചകന്റെ വാക്ക് വഖൈറു മതാഇ ദുനിയ, ആ സന്തോഷം നൽകുന്ന വിഭവങ്ങളിൽ ഏറ്റവും നല്ല സന്തോഷം നൽകുന്നത് നിങ്ങളുടെ യാത്രയാണോ, നമ്മുടെ ഭക്ഷണമാണോ, നമ്മൾ കേൾക്കുന്ന പാട്ടുകളാണോ, നമ്മുടെ സൗഹൃദമാണോ? അല്ല. റസൂൽ പറയാൻ അല്ല. പിന്നെ ആരാണ്? അൽ മർഅത്തു സ്വാലിഹ, ഒരു നല്ല ഇണയാണ്, നല്ല ഒരു ഭാര്യയാണ്. സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവ് വിവാഹം കഴിച്ചത് അവർക്ക് യാത്ര പോകുന്നതിനേക്കാളും, അവർക്ക് പാട്ടു കേൾക്കുന്നതിനേക്കാളും, അവർക്ക് പന്ത് കളിക്കുന്നതിനേക്കാളും, അവർക്ക് മീൻ പിടിക്കുന്നതിനേക്കാളും, അവർക്ക് അവരുടെ നാട്ടിൽ നിന്ന് കുറച്ചകലെ മാറി ഭക്ഷണം കൂട്ടുകാരോടൊന്നിച്ച് സൊറ പറഞ്ഞ് കഴിക്കുന്നതിനേക്കാളും സന്തോഷവും സമാധാനവും നിങ്ങളെ വിവാഹം കഴിച്ചാൽ കിട്ടും എന്ന് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞതുകൊണ്ടാണ്. നിർത്തിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞുതരാണ്, അർബഅം മിനസ് സആദ, 4 കാര്യങ്ങളിലാണ് സത്യത്തിൽ ഒരു പുരുഷന്റെ ജീവിതത്തിൽ അള്ളാഹ് പൂർണ്ണ സംതൃപ്തി കൊടുക്കുക. സഹാബാക്കൾ എന്തൊരു അത്ഭുതത്തിൽ ചോദിച്ചിട്ടുണ്ടാവും, നബി എന്താണ് 4 കാര്യം? പ്രവാചകൻ പറയാണ്. ആരോടാ പറഞ്ഞറിയോ? വാപ്പിയമ്മയുള്ള യുവാക്കളോട് പറയാൻ, ഉമ്മാന്റേക്കെന്നും വാപ്പാന്റേക്കെന്നും കിട്ടുന്നതിനേക്കാൾ, ചങ്ങാതിമാരിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ, അയൽവാസികളിൽ നിന്നും അവനവന്റെ കൂടെ ജീവിക്കുന്നവരിൽ നിന്നും കിട്ടുന്നവരെക്കാൾ സന്തോഷം വർദ്ധിച്ച് കിട്ടുന്ന 4 കാര്യങ്ങളുണ്ട്. സഹാബാക്കൾ ചോദിച്ചു, നബി എന്താണ് ആ 4 കാര്യം? അതിൽ ഒന്നാമത്തെ പ്രവാചകൻ പറഞ്ഞത് അൽ മർഅത്തു സ്വാലിഹ, നല്ല ഒരു ഇണയാണ് എന്നാണ്. സഹോദരിമാരെ, നമ്മൾ നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ടത്, എന്റെ ഇക്കാക്കയുടെ കൂടെ ഞാൻ ജീവിച്ചിട്ട് ആ ഇക്കാക്കാക്ക് ജീവിതത്തിൽ അള്ളാഹുവും പ്രവാചകനും പറഞ്ഞ ഈ സന്തോഷവും ഈ സമാധാനവുമാണോ എന്നിൽ നിന്ന് അവർ അനുഭവിക്കുന്നത് എന്ന് നമ്മൾ സ്വയം വിലയിരുത്തുമ്പോഴാണ് നമ്മളൊരു നല്ല ഇണയാണോ തുണയാണോ എന്ന് മറ്റൊരാളെ കൊണ്ടും പറയിപ്പിക്കാതെ അവനവന് ബോധ്യപ്പെടുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞിടത്ത് പറഞ്ഞ വാചകം പോലും ഓരോ പെൺകുട്ടികളും ഓരോ ഭാര്യമാരും കേൾക്കേണ്ടതാണ്. തസവ്വജു അൽ വദൂദ, ജീവിതത്തിൽ മറ്റാരെക്കാളും സ്നേഹിക്കുന്ന ഭാര്യമാരെ നിങ്ങൾ കല്യാണം കഴിക്കൂ, പെൺകുട്ടികളെ നിങ്ങൾ കല്യാണം കഴിക്കൂ. ഒരു പുരുഷന്റെ ജീവിതത്തിൽ അയാൾ വിവാഹം കഴിക്കുമ്പം ആകെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനമായും 2 കാര്യമാണ്. അൽ വദൂദ വൽ വലൂദ, ഒന്ന് പരമ്പരയുണ്ടാകണം, അത് രണ്ടാമത്തതാണ്. കാരണം ചിലപ്പോൾ പരീക്ഷണാർത്ഥം അള്ളാഹു മക്കളെ തരാതിരിക്കാം. പക്ഷെ ഒന്നാമത്തത് എന്താണെന്നറിയുമോ? അയാളുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷവും സമാധാനവും ആനന്ദവും തൃപ്തിയും സങ്കടങ്ങളിൽ കൂടെയുണ്ടാകും എന്ന വിശ്വാസവും നൽകുന്ന ഒരാൾ എന്റെ കൂടെയുണ്ടാകും എന്നതാണ്. അതാകാൻ ഒരു സഹോദരിക്ക് കഴിയുമ്പോഴാണ് ഒരു സഹോദരി മർഅത്തുൻ സ്വാലിഹയാകുന്നത്. അപ്പോഴാണ് ഒരു സഹോദരി സ്വർഗാവകാശിയാകുന്നത്. അങ്ങനെയാകാൻ എത്രയോ സഹോദരിമാർക്ക് കഴിയുന്നുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കുടുംബ സംഗമത്തിൽ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ സാധാരണഗതിയിൽ പലരും പറയുന്നതാണ്. പക്ഷെ അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് അല്പമൊക്കെ കണ്ണുനീർ പൊടിയുന്നതായി കണ്ടപ്പോൾ ഞാൻ സമാധാനിപ്പിച്ചു. നിങ്ങൾ എന്തിനാണ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ കരയണത്? അതിന് അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ വാക്കെന്താ അറിയോ? മൗലവി, നല്ല വേദന ഉണ്ടാവും ഓൾക്ക്, പക്ഷെ ഓളത് പറയില്ല എന്നോട്. ഡോക്ടർ പറഞ്ഞിരിക്കണ നല്ല വേദന ഉണ്ടാവും, ഓളത് പ്രകടിപ്പിക്കൂല. നിങ്ങൾക്കറിയോ, ഞാൻ അങ്ങനെ ഒന്നും അല്ലേനി. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് താന്നു പോയിരുന്നു. പലരും എന്നെ കളിയാക്കീനി. ഞാൻ ഒരിക്കലും പൊന്തൂലെന്ന് പറഞ്ഞീനി. അന്നും എന്റെ കൂടെ ഉണ്ടായി എന്റെ കൈപിടിച്ച് കാക്ക, നിങ്ങൾ അള്ളാന്റെ മാർഗത്തിലാണ് ഞാൻ ഉണ്ടാകുന്നു പറഞ്ഞിട്ട് എന്റെ കൂടെ 15 കൊല്ലം ഓള ഉണ്ടായിരുന്നത്. പലരും കുറ്റപ്പെടുത്തിയപ്പോഴും ഓള ഉണ്ടായത്. ഞാൻ എന്റെ സ്വഭാവം അങ്ങനല്ലേനി, എന്റെ ദീനും ഇങ്ങനല്ലേനി. എന്നിട്ട് അദ്ദേഹം കണ്ണ് തുടച്ചുകൊണ്ട് പറയാൻ, വേദനയ്ക്കുണ്ടാവും ഓൾക്ക്. അതുകൊണ്ടാ മൗലവി ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾ അവളുടെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹം പറയുന്ന വാചകല്ലേ, അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് തന്നെ കണ്ണീരില്ലേ, അതിന്റെ പേരാണ് മർഅത്തുൻ സ്വാലിഹ, നല്ല ഭാര്യ എന്നുള്ളത്. അല്ലാതെ പുട്ടിട്ട് നടക്കണതല്ല സഹോദരിമാരെ.
അങ്ങാടിയത്തെ മുഴുവൻ ആളുകൾക്കും കാഴ്ച ബംഗ്ലാവിലെ പ്രതിമകളെ പോലെ നടക്കുന്നതല്ല. ആ സാധുവായ മനുഷ്യൻ കരഞ്ഞില്ലേ, ആ കണ്ണീരിന്റെ പേരാണ് നല്ല ഭാര്യ. അദ്ദേഹം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ, ആ 3 വാക്കിന്റെ പേരാണ് നല്ല ഭാര്യ. അതൊരു സഹോദരി ആകുമ്പോഴാണ് കണ്ണ് നിറയുന്നത്. ഞാൻ ആലോചിക്കാൻ, ഉംറക്ക് പോവുകയാണ്, പ്രായം കൂടിയ ഉംറക്ക് പോവുകയാണ്, ഭാര്യ മാത്രമേ പോണുള്ളൂ. അദ്ദേഹം 10-70 വയസ്സുണ്ടാവും അദ്ദേഹത്തിന്, ഭാര്യ മാത്രമേ പോണുള്ളൂ, ഭർത്താവ് പോണില്ല. മക്കളെ കൂടെയാ പോണത്. പോകുമ്പോ ഇങ്ങനെ മക്കളോട് പറയാട്ടോ, നോക്കി ഉമ്മാന്റെ കയ്യ് പിടിക്കണട്ടോ, നിങ്ങൾ വിടലിട്ടോ, മരുന്ന് കൊടുക്കണട്ടോ, അവിടെ നിങ്ങൾ ഒന്നിച്ച് കിടക്കണട്ടോ, ധൃതി പോകരുതിട്ടോ. നമ്മളെ യാത്ര അയക്കുന്ന ആൾക്കാർ ചോദിക്കാൻ, അല്ല കാക്ക, നിങ്ങൾ മക്കളെ കൂടല്ലേ ഭാര്യ പോണത്, പിന്നെ എന്തിനാ ബേജാറ്? അതിന് അദ്ദേഹം സഹോദരങ്ങളെ വിതുമ്പിയിട്ടാ പറയണത്. നോക്കി, ഞാൻ അല്ലല്ലോ, ഓള് ചിലപ്പം കുട്ടികളെ പെട്ടെന്ന് സ്പീഡിൽ നടക്കും, പെട്ടെന്ന് നടന്നാൽ ചിലപ്പോൾ വീഴും, ഓൾക്ക് ഇരുട്ട് പേടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഒപ്പം കടക്കണം എന്ന് പറഞ്ഞത്. രാത്രി എങ്ങാനും മക്കൾ ഇട്ടു പോണ സമയത്ത് കരണ്ട് പോയ വീട്ടിൽ ഞാൻ ഡേനി, ഓൾ ഒറ്റക്ക് കടക്കേണ്ടി വരുമല്ലോ. സഹോദരിമാരെ, ആ സാധുവായ മനുഷ്യൻ തന്റെ ഭാര്യ ഇവിടെ നിന്ന് ഉംറക്ക് പോയി 15 ദിവസം വീട്ടിൽ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നില്ലേ, ഒന്ന് വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവളൊന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നില്ലേ? അതിന്റെ പേരാണ് നല്ല ഭാര്യ, അതിന്റെ പേരാണ് നല്ല ഇണ. അതിന് വലിയ വീടുണ്ടാകണമെന്നൊന്നുമില്ല, എല്ലാ റൂമും AC ആകണമെന്നില്ല. നിങ്ങൾ AC ആയാൽ മതി, നിങ്ങളുടെ മനസ്സ് വിശാലമായാൽ മതി, നിങ്ങളുടെ പെരുമാറ്റം നന്നായാൽ മതി, നിങ്ങൾ മർഅത്തുൻ സ്വാലിഹ ആയാൽ മതി. അങ്ങനെ ആകാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് ഒരു തിരിച്ചറിവ് നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം എന്ന് തോന്നുന്നത്. പലപ്പോഴും സങ്കടകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞാൻ സഹോദരിമാരോട് ചോദിക്കാൻ, സഹോദരിമാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ കൂടെ എന്റെ ഇക്കാക്ക ജീവിക്കുന്നതിൽ അദ്ദേഹം സംതൃപ്തവാനാണ്, അല്ല എന്നെ അയാൾ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ഒരു തവണയെങ്കിലും അയാൾ അള്ളാഹുവിനോട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്ന് ഒരു തവണ അയാൾ ചൊല്ലിയിട്ടുണ്ടോ? നാളെ പരലോകത്ത് അംബിയാ മുർസലീങ്ങളുടെ കൂടെ ഇണകളായി ജീവിക്കണമേ എന്ന് ഖത്തീമാർ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ മനസ്സിൽ കണ്ട അയാൾ ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന ചോദ്യം ഞങ്ങളാണ് നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കേണ്ടത്. അതിന്റെ ഉത്തരം ഇൻഷാ അല്ലാഹ്, എന്റെ ഇക്കാക്കത് പറഞ്ഞിട്ടുണ്ടാകുമെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സ്വർഗമുണ്ടാകും. ഇല്ല എങ്കിൽ ഏത് തറവാട്ടെന്ന് വന്നാലും, എത്ര വലിയ കല്യാണം നടത്തിയാലും, കല്യാണം നടത്തിയതിന്റെ ആൽബങ്ങളും ഫോട്ടോകളും വീഡിയോകളുമായി നാട്ടിൽ ചുറ്റിക്കറങ്ങിയാലും കിട്ടൂല സഹോദരിമാരെ, സ്വർഗവും കിട്ടൂല, സമാധാനം കിട്ടൂല. പ്രവാചകന്റെ വാക്കെന്താ അറിയോ? മാ ഇസ്തഫാദൽ മുഅ്മിനു ബഅദ തഖ്വല്ലാഹ് ഖൈറൻ ലഹു. ഒരു നല്ല മനുഷ്യനെ പടച്ചവനിലുള്ള തഖ്വ കഴിഞ്ഞാൽ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം, സഹോദരിമാരാണിത് കേൾക്കണ്ടേ. 5 വക്ത് നിസ്കരിക്കുന്ന ഒരാൾക്ക് നിസ്കാരം, പടച്ചോൻ അള്ളാഹുവിനോടും പ്രവാചകനോടുള്ള ഇഷ്ടം, ഇത് കഴിഞ്ഞാൽ ഈ ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം മിൻ സൗജത്തിൻ സ്വാലിഹ, ഒരു ഇണയിൽ നിന്ന് കിട്ടുന്ന ഇഷ്ടവും സ്നേഹവുമാണ്. അത് കൊടുക്കാൻ കഴിയുമ്പോഴാണ് നല്ല ഭാര്യയാകുക, അത് കൊടുക്കാൻ കഴിയുമ്പോഴാണ് നല്ല ഇണയാകുക, അത് കൊടുക്കാൻ കഴിയുമ്പോഴാണ് ലോകത്തെ ഏറ്റവും നല്ല ആനന്ദമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞ സഹോദരിമാരിൽ നിങ്ങളുണ്ടാവുക. അത് കൊടുക്കാൻ കഴിയുമ്പോഴാണ് ഈ ലോകത്തൊരു പുരുഷന് കിട്ടുന്ന 4 ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്ന് നല്ല സ്ത്രീയാണ് എന്ന് പറയുന്നതിൽ നിങ്ങളുടെ പേരുണ്ടാവുക. ആകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. സങ്കടങ്ങളാണ് പലപ്പോഴും പല വീടുകളും. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, സഹോദരിമാരുടെ കണ്ണുനീരുകളെ കുറിച്ച് നാട്ടിലെല്ലാവരും പറയും, നോവൽ എഴുതും, കഥ എഴുതും, ആൾക്കാരൊക്കെ പറയും. പക്ഷെ നിങ്ങൾ ആലോചിച്ചോ, എത്രയോ വീടുകൾ സഹോദരിമാർ ഭർത്താക്കന്മാരോട് തർക്കിക്കുന്നവർ, ബഹളമുണ്ടാക്കുന്നവർ, കച്ചറയുണ്ടാക്കുന്നവർ, തെറി പറയുന്നവർ, സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ച് പോലും നിങ്ങളെ എന്തിനാണ് പറ്റാന്ന് ചോദിക്കുന്നവർ. സഹോദരങ്ങളെ, എന്തൊക്കെയാണ് സംസാരത്തിൽ വരാന്നറിയോ? നിങ്ങളെ കെട്ടി ഞാൻ കുടുങ്ങി, ഇങ്ങനെയൊക്കെയാണ് ജീവിതമെങ്കിൽ ഞാൻ കല്യാണം കഴിക്കൂല, ഇന്റെ അഞ്ചത്തിമാരും ഏട്ടത്തിമാരും ജീവിതം കണ്ടില്ലേ, നിങ്ങൾ എന്തിനാ ആണാന്ന് പറഞ്ഞ് നടക്കുന്നത്? സഹോദരങ്ങളെ, താരതമ്യപ്പെടുത്തുക, ചീത്ത വിളിക്കുക, കുറ്റപ്പെടുത്തുക,
ചെയ്തു വെച്ച നന്മകളെ മുഴുവൻ ചെറിയ ഒരു പോരായ്മയുടെ പേരിൽ കുറ്റപ്പെടുത്തി നന്ദികേട് കാണിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, അത്തരം സഹോദരിമാരുടെ ആരാധനകൾ പോലും അല്ലാഹു സ്വീകരിക്കൂലെന്നാണ്. ഇതൊരു വീട്ടിൽ നടക്കുകയാണ്. വീടുകളിൽ ബാപ്പാരെ അവനാന്റെ പെൺകുട്ടികൾ വളർന്നു വലുതാകുമ്പോഴേ അവരെ പഠിപ്പിക്കണം. അവരെ പഠിപ്പിക്കണം. എന്തെന്നറിയോ? ഇവിടെ ഇരിക്കുന്ന ഓരോ ഉമ്മമാരോടും ചോദിക്കാൻ, ഓരോ ഭാര്യമാരോടും, ഭാര്യമാരെ നമ്മളെ വാപ്പാനോട് ഉമ്മാനോട് ചീത്ത പറയോ? അഥവാ പറഞ്ഞാൽ തന്നെ കുറ്റബോധം ഉണ്ടാവില്ലേ? ഉണ്ടാകും, ഉറപ്പാണ്. എന്തുകൊണ്ടാണ്? ഉമ്മാനെയും ബാപ്പാനെയും ചീത്ത പറഞ്ഞ ദുനിയാവും തന്നെ കിട്ടുട്ടോ, പിന്നെ പരലോകത്ത് നേരെ കിട്ടും. അത് നമുക്കറിയാം, ഉറപ്പല്ലേ? നമ്മളെ ജേട്ടനോട് തർക്കിച്ച് അങ്ങാടിയിലിട്ട് ഒച്ചമ്പുളി ഉണ്ടാക്കി എന്ന് വെക്ക. സഹോദരിമാരെ, നിങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് വെക്ക. ചെയ്യാൻ പാടില്ല, ചെയ്തു എന്ന് വെക്ക. കുറ്റബോധം ഉണ്ടാവില്ലേ? ഉണ്ടാകും. മദ്രസയ്ക്ക് കയ്യും പിടിച്ചു കൊണ്ടുപോയി എക്കാക്കാനോട് അങ്ങനെ വർത്താനം പറഞ്ഞേണ്ടി വന്നല്ലോ. എന്തേ കാരണം എന്നറിയോ? മുതിർന്നവരോട്, മാതാപിതാക്കളോട് നമ്മൾക്കുണ്ടാകേണ്ട ആദരവും കടമയും കടപ്പാടും മദ്രസയിൽ പഠിച്ചതുകൊണ്ടാണ്. എങ്കിൽ ഒരു സഹോദരി വിവാഹം കഴിഞ്ഞതിന് ശേഷം ലോകത്ത് ഏറ്റവും വലിയ കടമയും ഉത്തരവാദിത്വവും സഹോദരിമാരെ, പെൺകുട്ടികളെ, ഭാര്യമാരെ ആരോടാണ്? പ്രവാചകനോട് ഇത് ചോദിക്കണ ആരറിയോ? ആയിഷ റളിയല്ലാഹു അൻഹാ, അയ്യുന്നാസി അഅ്ലമു ഹഖ്, ആരോടാണ് നബിയെ ഒരു ഭാര്യയ്ക്ക് ലോകത്ത് ഏറ്റവും വലിയ കടമ? അലൽ മർഅ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഖാല സൗജുഹ, ഇക്കാക്കാനോടാണ്, ഭർത്താവിനോടാണ്, സ്വന്തം ഇക്കാക്കാനോടാണ്. ഒരു ഉമ്മയോടും ഉപ്പയോടും ഉള്ളതിനേക്കാൾ വിവാഹശേഷം ഒരു ഭാര്യ ഇക്കാക്കയുടെ വിഷയത്തിൽ ആദരവുണ്ടാകണം, ബഹുമാനമുണ്ടാകണം, സ്നേഹമുണ്ടാകണം, ഇഷ്ടമുണ്ടാകണം, താങ്ങായി നിൽക്കണം. കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകരുത്, ആക്ഷേപങ്ങൾ ഉണ്ടാകരുത്, തർക്കങ്ങൾ ഉണ്ടാകരുത്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്, ചെറിയ കാര്യത്തിന് അയൽവാസികളെ വിളിച്ച് മദ്യം പറയിപ്പിക്കരുത്, ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടാകുമ്പോഴേക്കും ഉമ്മാനും ബാപ്പാനും വിളിച്ച് ഫോണിൽ കൂടെ വിളിപ്പിച്ച് ഇവിടെ വീട്ടിലാകെ അലമ്പാന്ന് പറയരുത്. ചെറിയ കുറ്റമുണ്ടാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അവിടെ എത്തി ഒരാഴ്ച നിന്ന് ഇങ്ങോട്ട് വന്നാലേ അങ്ങോട്ട് വരൂ എന്ന ശാഠ്യമുണ്ടാകരുത്. കാരണം ബാപ്പ ചൂടായാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകലില്ല. വാപ്പാനേക്കാളും വലിയ കടമയാണ് ഭർത്താവിനോട്. ഉമ്മ ചൂടായാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകലില്ല. ഉമ്മയെക്കാളും വലിയ കടമയാണ് ഭർത്താവിനോട്. ആങ്ങളെ എന്തെങ്കിലും പറഞ്ഞ പേരിൽ ആങ്ങളയെ വിട്ട് തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകലില്ല. എങ്കിൽ അവരോടുള്ളതിനേക്കാളും വലിയ കടമയാണ് ഇക്കാക്കാനോട്. ഇത് പഠിക്കണം. കാരണം ഇത് സ്വർഗത്തിന്റെ വിഷയാണ്. ദുനിയാവിലെ വീടെന്ന സ്വർഗവും പരലോകത്തെ അമ്പിയാക്കന്മാരുടെ കൂടെ അള്ളാനെ കാണാനുള്ള സ്വർഗവും. അതിന് സഹോദരിമാർ തയ്യാറാകണം, ബോധ്യമുണ്ടാകണം. നമ്മുടെ കടമ എന്താണ് എന്ന് മനസ്സിലാക്കണം. പ്രവാചകന്റെ അടുക്കലേക്ക് സഹാബി വനിതകൾ വന്നു. നബിയെ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ ബദറിലും ഉഹദിലും ഖന്തക്കിലും ഒക്കെ പങ്കെടുക്കുന്നു, 5 വക്ത് ജമാഅത്തിന് പോകുന്നു, ഇസ്ലാമികമായി ജിഹാദിന് പോകുന്നു, ഞങ്ങൾക്ക് അവരുടെ കൂടെ സ്വർഗത്തിലെത്താൻ കൂലിയൊന്നുമില്ലേ? പ്രവാചകന്റെ വാക്കെന്തറിയോ? ജിഹാദുൽ മർഅത്തി ഹുസ്നു തബഅലി ലിസൗജിഹാ. ഹസനായ റിപ്പോർട്ടാണ്. എന്താ അറിയോ? പ്രവാചകൻ സഹാബി വനിതകളോട് പറയാൻ, ഇക്കാക്കാന്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന്റെ കൂലി കിട്ടുന്ന കാര്യമാണ്. സഹോദരിമാരെ, അവനാന്റെ വീട്ടിൽ ഭർത്താവിന് വേണ്ടി വീട് വൃത്തിയാക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനേർപ്പെടുന്ന ഒരാൾക്ക് ലഭിക്കുന്ന പുണ്യാണെന്ന് നബി പഠിപ്പിക്കാൻ. വസ്ത്രമലക്കുന്നതും വൃത്തിയാക്കുന്നതും, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കുന്നതും, അതിനുവേണ്ടി റൂമുകൾ തയ്യാറാക്കുന്നതും, അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നതും, അദ്ദേഹത്തെ കാത്തിരിക്കുന്നതും, അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതും, നമ്മൾക്കൊരു വേള തിരിച്ചു പറയാൻ പലതുമുണ്ടായിട്ടും നമ്മൾ ക്ഷമിക്കുന്നതും ഇസ്ലാമിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിന് സമാനമായ പുണ്യമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കാൻ. ഇതാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. ആ മനസ്സിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട് മാറും. അല്ലെങ്കിൽ എന്താ ഉണ്ടാകുമോ? എത്ര മനുഷ്യന്മാരുടെ സംഘങ്ങളെ പള്ളിന്റെ സൈഡ് പോയി നിന്ന് കാര്യം. ഞാൻ ഭാര്യമാരോട് പറയണം, ഭാര്യമാരെ, നിങ്ങൾ കാണാത്ത കുറെ പച്ച മനുഷ്യന്മാരുണ്ട് ഇവിടെ. കുറെ മനുഷ്യന്മാര് നിങ്ങൾ ആണുങ്ങളെ ഭാഗത്തേക്ക് വരും. പല പള്ളിയിലും ജമാഅത്ത് കഴിഞ്ഞ് പള്ളിന്റെ സൈഡ് പോയിട്ട് ഒറ്റക്കിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാനാണ്. അദ്ദേഹത്തെ നാട്ടാര് തച്ചിട്ടല്ല,
പിന്നെന്താണെന്നറിയോ, അദ്ദേഹത്തിന് കച്ചവടത്തിന് വല്ല നഷ്ടം പറ്റിയിട്ടല്ല, അതൊക്കെ മൗലവി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെന്താ, പെരീക്കാണ് കേറാൻ സമാധാനമല്ല. ആരുണ്ടാക്കിയ പെരയാണ്? മൂപ്പരുണ്ടാക്കിയ പെര. ആരെ വാതിലും കട്ടിലാണ്? മൂപ്പര വാതിലും കട്ടിലും. ആരാണ് അവിടെ ഉള്ളത്? ബാപ്പിയുണ്ട്. പിന്നെന്തേ വരാൻ കഴിയാത്തത്? നമ്മുടെ സഹോദരിമാരെ, നിങ്ങളുടെ സംസാരമോ നിങ്ങളുടെ പെരുമാറ്റമോ നിങ്ങളുടെ പരാതിയോ ആണ് കാരണമെങ്കിൽ നിസ്കാരക്കുപ്പായാണ് ഊരിയിട്ട് ദീനെന്നാണ് പോയിക്കോളി. എന്തേ കാണുന്നറിയോ? അങ്ങനത്തെ ഒരു ഇസ്ലാം ഇല്ലവിടെ. അങ്ങനത്തെ ഒരു ഇസ്ലാം നമ്മുടെ നാട്ടിലെ കുറച്ച് ആൾക്കാരുണ്ടാക്കിയതാണ്. എന്തെന്നറിയോ? സ്വഭാവവും പെരുമാറ്റവും എന്ത് തോന്നിയാസം കാണിച്ചാലും വേണ്ടില്ല, 5 വക്ത് നിസ്കാരവും റമദാനിലെ നോമ്പും ഇസ്ലാമിന്റെ വേഷം ഉണ്ടെങ്കിൽ സ്വർഗം കിട്ടും. അങ്ങനെ ഒരു ദീൻ അള്ളാന്റെ കിതാബിൽ ഇല്ല. അങ്ങനല്ല. ഇത് സഹോദരിമാര് ശ്രദ്ധിക്കണം. എത്രയോ പള്ളിയിലുണ്ട്. അങ്ങാടിയിലെ സകല കടയും പൂട്ടിയിട്ട് അങ്ങാടിയിൽ ഇങ്ങനെ ഇരിക്കണാണ്. എന്തേ? അങ്ങാടിയിൽ ഇരിക്കാൻ പുതിയായിട്ടാ? അല്ല. പിന്നെന്തേ? ഉറങ്ങട്ടെ. 11 മണിക്കാകുമ്പോഴേക്ക് ഉറങ്ങും പോലെ ഒരു 11:30 ആകുമ്പോൾ കേറിച്ചല്ല. എന്തേ പ്രശ്നം? അവിടെ പോയിട്ട് അടിണ്ടാക്കാനല്ല, കേറി വരുമ്പോഴേക്കും ഒരു ഭാഗത്ത് ഉമ്മി ഒരു ഭാഗത്ത് പെണ്ണുങ്ങൾ ഉണ്ടാവും. രണ്ടാളിനെ കാത്തിക്കാൻ. തെറ്റിക്കാൻ വയ്യ. പെരീ കേറാൻ ഇടങ്ങേറ്. പെരന്റെ പേര് മസ്കനാണ്. പെരന്റെ ഉള്ളിൽ കയറാൻ സമാധാനക്കേട്. നാട്ടിൽ ജോലി ഉണ്ടായിട്ടേ മറ്റ് ജില്ലയ്ക്ക് ജോലിക്ക് പോകുന്ന സഹോദരങ്ങൾ എനിക്കറിയാം. എന്തേടാ നാട്ടിൽ ജോലിയില്ലേ? ഉണ്ട്. പിന്നെന്തേ? എന്നും പെരീക്കരണം. ആഴ്ചയിലൊരിക്കൽ കുട്ടികളെ കാണാൻ വേണ്ടി വരിക. സഹോദരിമാരെ, എല്ലാ പ്രശ്നങ്ങളുടെയും കാരണങ്ങളാണ് നല്ല പറയുന്നത്. പക്ഷെ നിങ്ങളാണോ കാരണം എന്ന് പരിശോധിക്കണം. നമ്മുടെ നാവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ഈഗോയും നമ്മുടെ താരതമ്യവും അനിയത്തി, ഏട്ടത്തി, അയലോക്കക്കാരി, ഇളച്ചി, മൂത്തച്ചി, ഓല ജീവിതം എന്റെ വീടും, ഓല വാഹനം എന്റെ വാഹനം, ഓല വീട്ടത്തെ ഏസിയും എന്റെ വീട്ടത്തെ ഏസിയും, ഇത് വെച്ചിട്ട് അവനാൻ അളക്കലുണ്ടല്ലോ. ആ അളക്കലാണോ കാരണം നാലിക്ക? ഇത് റബീഉൽ അവ്വൽ 12 പ്രവാചകൻ മരിച്ച ദിവസമാണ്. നിങ്ങൾക്കറിയോ എന്തുകൊണ്ടാണ് ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹോദരി അഥവാ സഹോദരിമാരിൽ സ്ത്രീകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആയിഷ ബീവിയാണെന്ന് പറയാൻ കാരണം? വെറുതെ അല്ല സഹോദരിമാരെ, വെറുതെ അല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്തെ ദിവസേ രാവിലെ അസ്വസ്ഥത ഉണ്ടായി. ആയിഷ ബീവിനോട് പറഞ്ഞു, ആയിഷ എനിക്കിങ്ങനെ ഇടങ്ങേറുണ്ട് എന്ന് തോന്നുന്നു, വേദന കൂടി. പ്രവാചകൻ ആയിഷ ബീവിനോട് പറഞ്ഞു, ആയിഷ മരണവേദന വന്നു തുടങ്ങി, 2 ആളുകൾ അനുഭവിക്കുന്ന വേദന എനിക്ക് വരാൻ തുടങ്ങി. ആയിഷ ബീബി 3 കാര്യമാണ് സഹോദരിമാരെ ചെയ്ത്. 3 കാര്യം. ഒന്ന്, അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ ആയിഷ റളിയല്ലാഹുവിന്റെ ആങ്ങള എടുത്തുണ്ടേനി. അദ്ദേഹത്തിന്റെ കയ്യിൽ അറാഖിന്റെ കൊള്ളിണ്ടേനി. നബിക്ക് പല്ല് തേക്കുന്നത് നബിക്കിഷ്ടമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതെടുത്ത് പൊട്ടിച്ച് അതിന്റെ അഗ്രഭാഗം കുറച്ച് കട്ടിയിലായിരുന്നു, അത് വായ കൊണ്ട് കടിച്ച് അത് മാർദ്ദവമുള്ളതാക്കി നബിക്കിങ്ങനെ തേച്ചെടുത്തു ഭാര്യ. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശരീരത്തിൽ തണുപ്പുള്ള വെള്ളം കൊണ്ട് തടവണ ഇഷ്ടായിരുന്നു. കൊണ്ടുവന്ന വെള്ളം കൊണ്ട് 2 കൈകളിലും എടുത്തിട്ട് പ്രവാചകന്റെ മുഖത്തിങ്ങനെ തടവി, ശരീരത്തിൽ തടവി, പ്രവാചകനെ തണുപ്പിച്ച് പ്രവാചകൻ ചിരിച്ചു. എന്താ ചിരിച്ചെന്നറിയോ? എന്റെ ഇഷ്ടങ്ങൾ എന്റെ ആയിഷ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. നബി പറഞ്ഞിട്ടല്ല. അവസാനമായി ആയിഷ റളിയല്ലാഹു അൻഹ ഇരുന്നു. സ്വന്തം നെഞ്ചിലേക്ക് പ്രവാചകന്റെ തല കയറ്റി വെച്ചു. എന്നിട്ടുമ്മ കൊടുത്തു. ഈ ലോകത്ത് നിന്ന് അതിനിടയിൽ പ്രവാചകൻ വിട പറഞ്ഞു പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം വാലിഹി വസ്ഹാബിഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത് സ്വന്തം ഇണയുടെ നെഞ്ചിൽ കടന്ന് ആ ഇണ ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ഇഷ്ടങ്ങളും ചെയ്തിട്ടാണ്. സഹോദരിമാരെ, ആയിഷ ബീബി പിന്നെ പറഞ്ഞ വാക്കെന്താ അറിയോ? നബി മരിക്കുന്നതിനിടയിലും അറാഖിന്റെ കൊള്ളി കൊണ്ട് പല്ല് തേച്ച് ഉമിനീരിറക്കണീനിടക്ക് നബി എന്നെ ഒന്ന് സന്തോഷത്തോടുകൂടി നോക്കിയ നോട്ടുണ്ട്. അതിന്റെ മനസ്സൊന്ന് പോകൂല. അതിന്റെ പേരാണ് നല്ല ഭാര്യ. അതിന്റെ പേരാണ്. അല്ലാതെ തെറ്റുമ്പോഴേക്കും ആങ്ങളെ കൊണ്ടുവന്നാണ്ട് അങ്ങാടിയിലിട്ടാണ്ട് ഒച്ചുണ്ടാക്കി എവിടുന്നാടാ കെട്ടണെന്ന് ചോദിക്കുന്നതിന്റെ പേരല്ല നല്ല ഭാര്യ. അല്ല കച്ചറുണ്ടാക്കി ചെറിയ കാര്യത്തിന് വരച്ച് ജീവിക്കോലെ, അതിന്റെ പേരല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനവും
സ്വസ്ഥതയും കൊടുക്കുന്നവരുടെ പേരാണ് നല്ല ഇണ എന്ന് പറയുന്നത്. സഹോദരിമാരെ, ഒരേ ഒരു കാര്യം നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങളെക്കാക്കാണ്ട് ചോദിച്ചുകണോ? ഇക്കാക്ക, എന്നിൽ നിന്ന് സത്യത്തിൽ നിങ്ങൾക്ക് എന്താണ് ശരിക്ക് വേണ്ടത്? ചോദിക്കണ്ടേ? എന്താണ് ഒരു സഹോദരിയിൽ നിന്നൊരു ഇക്കാക്ക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കണം? എന്താണ്? ഇന്റെ കൂടെ ഓള് രാവിലെ പണിക്കുവരെന്നാണോ? ആണോ? അല്ല. പിന്നെന്താ അറിയോ? എടി, ഞാൻ ഫുൾ അന്യം കുടുംബത്തിൽ നോക്കാം, ഇന്റെ കൂടെ ഒന്ന് താങ്ങായി നിന്നാ മതി, എനിക്കൊന്ന് സപ്പോർട്ടായി നിന്നാ മതി, ഞാനൊരു പ്രയാസപ്പെട്ട് വരുമ്പം സമാധാനത്തിൽ നിന്നാ മതി, വേറൊന്നും വേണ്ട. ടാറിട്ട റോട്ടിൽ പണിക്ക് ഇറങ്ങണ്ട, 100 കിലോയുടെ ചാക്ക് പൊന്തിക്കണ്ട, ഞാൻ പൊന്തിച്ചോണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ചാക്ക് പൊന്തിച്ച് വരുമ്പോ എനിക്ക് തണുത്ത വെള്ളം ഇട്ടെങ്കിൽ അതൊന്നും എടുത്തക്കായി ഉണ്ടാവണം. ഇമ്മി ഒറ്റക്കാവുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. നോക്ക്, പരാതിയായി പരിഭവമായി ഞാൻ വരുമ്പോ പറയല്ലേ, ബാക്കി എല്ലാത്തിനും ഉണ്ടാവും. സഹോദരിമാരെ, എന്തേ ഈ പറയാൻ കാരണം അറിയോ? ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് കട്ടറുള്ള റോട്ട് കൂടെ അവനാന്റെ വീട്ടിലെ കാറിൽ ഏസിട്ട് കോഴിക്കോട് എത്തിന് മുന്നേ നമ്മൾ പറയില്ലേ, കാക്ക ഒന്ന് നിർത്താം, ചായ ഒടിച്ചു പോകാം അല്ലേ? ഇവിടുന്ന് കോഴിക്കോട് എത്തുമ്പോൾ 4 കട്ടർമ കുമ്പത്തിന് ഊരവേദന നിൽക്കണ്ടല്ലേ? നമ്മളെ നാട്ടിലെ നമ്മളെ കുടുംബം പോറ്റാൻ വേണ്ടി എത്ര ഡ്രൈവർമാർ 10 കൊല്ലായി ഈ കട്ട റോട്ടും കൂടെ പോകണമെന്നറിയോ? നമുക്ക് ഇവിടുന്ന് കോഴിക്കോട് എത്തുമ്പോത്തിന് ഊരവേദന, ഒരു 10 കൊല്ലായി ഓട്ടിന്. ആർക്ക് വേണ്ടിയിട്ടാ കൂട്ടര്? ഊരവേദന വന്നിട്ട് ഡോക്ടർമാര് വണ്ടി ഓട്ടരുത് എന്ന് പറഞ്ഞിട്ടുമ്പോൾ ഓട്ടുന്ന ആർക്ക് വേണ്ടിയിട്ടറിയോ? നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല, പിന്നെ ആരാ തിരിച്ചറിയാ? വീടിന്റെ 2ാമത്തെ നിലന്റെ മുകളിൽ പോയിട്ട് താഴത്തേക്ക് നോക്കിയാൽ തല കറങ്ങൂലേ? സഹോദരിമാരെ, 40ാമത്തെ നിലന്റെ മുകളിൽ അരയിൽ വടം കെട്ടിയിട്ട് ഇലക്ട്രിക് പണിയെടുക്കുന്ന ഇലക്ട്രീഷ്യന്മാരുണ്ട്. ആർക്കും വേണ്ടിയിട്ടറിയോ? പിടുത്തം വിട്ട ജീവൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ. എടവണ്ട അങ്ങാടിയിലെ 12:30 മണിക്ക് നട്ടുച്ചക്ക് 10 മിനിറ്റ് നിങ്ങൾ അങ്ങാടിയിൽ ചെരുപ്പിടാതെ വെക്കോ? ഓരോ ഹോട്ടലിന്റെ മുന്നിലും പാർക്കിങ്ങിന്റെയും ഹോട്ടലിന്റെയും ബോർഡ് പിടിച്ചിട്ട് സാധുക്കളായ മെലിഞ്ഞൊട്ടിയ പാവങ്ങളായ മനുഷ്യന്മാര്, നിൽക്കിട്ടന്മാരെ ആർക്കും വേണ്ടിയിട്ട് നിങ്ങൾക്കറിയോ? മൂപ്പർക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓല വിലല്ലാന്നോ, ഓല പരിഗണിക്കില്ലാന്നോ? ഓരോ മനുഷ്യന്മാര് 60-40 വയസ്സും 70 വയസ്സപ്പോഴേക്കും അയാളുടെ ഊരയും അയാളുടെ ശരീരം മുഴുവൻ തേയ്മാനം വരാൻ. തേയ്മാനം എങ്ങനെ വന്നറിയോ? 60 കിലോന്റെ 70 കിലോന്റെ സിമന്റും ചാക്കേറ്റിട്ട് അയാൾക്ക് ശ്വാസം മുട്ടൽ വരാണ്. ഒക്കെ കൂട്ടരെ നമ്മക്ക് വേണ്ടി ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ 4 ആൾക്കാര് ഹായ് വിടുമ്പോഴേക്കും ഹലോ വിടുമ്പോഴേക്കും ഐ ലവ് യു എന്ന് പറയുമ്പോഴേക്കും ഈ സാധു മനുഷ്യനിട്ടിട്ട് ബാക്കിയുള്ളവന്റെ ബാക്കിൽ പോണോളുണ്ടല്ലോ, ഏത് പുട്ടിട്ടാലും ഏത് ലിപ്സ്റ്റിക് ഇട്ടാലും ഏത് പടച്ചോന്റെ മുന്നിക്കാണ് വരാനുള്ളത്. ഇതറിയേണ്ട നമ്മള്. ഓരോ മനുഷ്യന്മാര് ജീവനിൽ വേണ്ടി നെട്ടോട്ടം ഓടുന്നത് പോലെ കുടുംബത്തിന് വേണ്ടി ഓടുകയാണ്. ലോകത്തെ സഹോദരിമാർക്ക് വേണ്ടി പറയാൻ, സഹോദരിമാരെ അറിയണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ലോകത്ത് ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ നമ്മൾ സാധാരണ പറയുന്നത് സഹോദരിമാർക്കെന്നാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്ന പുരുഷന്മാർക്കാണ്. എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ആലോചിക്കണോ? എന്തുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അറ്റാക്കുകൾ വരുന്ന പുരുഷന്മാർക്കാണ്? കോർട്ടിസോളും അഡ്രിനലിനും ശരീരത്തിൽ ഉണ്ടാകും. ടെൻഷൻ വരുമ്പം അത് കൂടുമ്പം അറ്റാക്കിലേക്ക് വരും. എന്തേ? 20 വയസ്സാവും. ഉമ്മാരോടും ഭാര്യമാരോടും പറയാൻ, നിങ്ങളെ ഇക്കാക്ക നിങ്ങളോട് പറയാത്തത് പറഞ്ഞു തരാൻ. 20ാമത്തെ വയസ്സാകുമ്പോൾ ആൺകുട്ടിനോട് വാപ്പറയും, എടാ 3 പെങ്ങന്മാരുണ്ട്, കെട്ടിച്ചണ്ടേ, വാപ്പാനെ കൊണ്ട് നടക്കൂല. തുടങ്ങാണോ എന്റെ ശരീരത്തിൽ അറ്റാക്കിന്റെ തുടക്കം? ഹോർമോൺ തുടങ്ങിയ ടെൻഷൻ തുടങ്ങാണ്. നേരെ പെടുന്ന കുറച്ച് പണി ഇങ്ങനെ നോക്കും, ബാർബർ പണി നോക്കും, ഡ്രൈവർ പണി നോക്കും, കുറച്ചിങ്ങനെ ചെറിയ പണിക്കോകും, കല്ലേറ്റാൻ തുടങ്ങും, സിമെന്റും ചട്ടിയേറ്റാൻ തുടങ്ങും. ക്ഷീണിക്കുമ്പോഴേക്കും പറയും ഗൾഫ് പോവും. അവിടെ എത്തിയിട്ടോ 3 പെങ്ങന്മാരെ കെട്ടിക്കുമ്പോഴേക്കും ഓന് വയസ്സെത്രയായി? ബാപ്പുണ്ടാക്കിയ കടം വീട്ടുമ്പോഴേക്കും വയസ്സെത്രയായി? വീടിന്റെ കടം വീട്ടുമ്പോഴേക്കും വയസ്സെത്രയായി? അത് കഴിഞ്ഞിട്ടോ നാട്ടിൽ കന്നിട്ട് ഓന് കല്യാണം കഴിക്കാനോ കടം വാങ്ങും. ഒരൊറ്റ ആള് സഹായിക്കൂല. ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു, പെൺകുട്ടികളെ കെട്ടിക്കാനല്ല സഹായിക്കേണ്ടത്, അധ്വാനിക്കുന്ന ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാനാണ് സഹായിക്കേണ്ടത്. മറ്റൊരു വിഷയമാണ്, പിന്നീട് പറയാം. എന്നിട്ടോ നാട്ടിക്ക് വരിക, ഓൻ കടം വാങ്ങുക, പെണ്ണെട്ടിട്ട് 2 മാസം ഒപ്പം ജീവിക്കാൻ കഴിയാതൊക്കെ ഓൻ വീണ്ടും പോകുക. അവിടെ എത്തിയിട്ട് അപ്പോഴേക്കൊരു കുട്ടി ഉണ്ടാവും. ഉമ്മാരെ, ആ കുട്ടി
കുട്ടിനെ പഠിപ്പിക്കാൻ ഓൻ വീണ്ടും അധ്വാനിക്കാണ്. ആശുപത്രി കേസ്, പിന്നെ വീട്, പിന്നെ കല്യാണം. അതിന്റെ ഇടയ്ക്ക് ഒന്നാമത്തെ പെങ്ങളുടെ കുട്ടിണ്ടായി. അപ്പോത്തിനുമ്മ ഇത് ഒന്നാമത്തെ അമ്മോനാട്ടോ, എന്തെങ്കിലും കൊടുക്കണം. ഓൻ അതിനും പൈസ ഉണ്ടാക്കുക. എന്നിട്ട് ഇതിന്റെ കിടക്ക് ജീവിതത്തിൽ ഞെരിഞ്ഞ് ഞെരിഞ്ഞ് ബാപ്പാനെ നോക്കണം, ഉമ്മാനെ നോക്കണം, കുട്ടികളെ നോക്കണം, പെണ്ണുങ്ങളെ നോക്കണം, മഹല് നോക്കണം, സ്വതക്ക് കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഉദയത്തിന്റെ കൂടെ ഉണ്ടാവണം, രാഷ്ട്രീയ പാർട്ടിയിൽ അതിൻ്റെതായ ഒക്കെ ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് നിങ്ങൾ എന്റെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾ നല്ല ഭർത്താവല്ലല്ലോ, മോട്ടിവേഷൻ ക്ലാസ് കേട്ട് വരികയാണ്. ഒരു മനുഷ്യന് സമാധാനം കൊടുക്കുക. ഇക്കാക്ക നമുക്ക് ഇങ്ങനെ മതി, അതുകൊണ്ട് നമുക്ക് ജീവിക്കാം, ബാക്കി നമുക്ക് ഒന്നിച്ച് സന്തോഷിച്ച് ജീവിക്കാം. അതിന് പകരം ദുനിയാവ് മൊത്തക്കാക്കാനെ കൊണ്ടുണ്ടാക്കുക. കുട്ടികൾ മുഴുവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ, അതിന് മുഴുവൻ ചെലവ് മൂപ്പരുണ്ടാക്കുക. പെര 1200 പോരാ, 3000 സ്ക്വയർ ഫീറ്റ്, അത് മുഴുവൻ മൂപ്പര് നയിച്ചുണ്ടാക്കുക. വാഹനം ചെറുതുപോലെ വലുതുണ്ടാക്കുക. ഇതിനൊക്കെ വേണ്ടി ഓടി 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 തളർന്നിട്ട് 50-ാമത്തെ 60-ാമത്തെ വയസ്സിൽ ഈ മനുഷ്യൻ എല്ലുപോലെയാകുമ്പം വേറൊരു ചങ്ങായി ഫോണിൽ കൂടെ ഏതെങ്കിലും ഒരു വോയിസ് മെസ്സേജ് അയക്കുമ്പോ ഓന്റെ കൂടെ പോരാ. എന്നിട്ട് ന്യായം പറയുന്നറിയോ, നിങ്ങൾ ഇന്നെ സ്നേഹിച്ചിക്കണോ? ഭാര്യമാരെ, ഇതിന്റെ കിടക്കേ കിടക്കാത്തോണ്ടല്ല, ഇതിന്റെ ഇടയ്ക്ക് തളരാത്തോണ്ടല്ല, ഇതിന്റെ ഇടയ്ക്ക് നിർത്തിപ്പോരാൻ കഴിയാത്തോണ്ടല്ല, ഇതിന്റെ ഇടയ്ക്ക് പനിക്കാത്തതുകൊണ്ടും നെടുവീർപ്പിടാത്തോണ്ടല്ല, നിങ്ങളെ ഞങ്ങൾ കണ്ണിന്റെ മുന്നിൽ കാണുന്നോണ്ടാണ്. ഇന്റെ പേരിൽ ഇന്നെ കാത്തിക്കണ 2 കണ്ണ് മിനിമുണ്ട്, അതിന്റെ ഭാര്യയാണ്. നിങ്ങളെ കയ്യും പിടിച്ചു കൊണ്ടുപോയി ഞങ്ങൾ ഏറ്റെടുത്തതാണ്. അവരോട് വഞ്ചന കാണിക്കരുത്. അവരെ പറ്റി ഒരാളെ മുന്നിലും കുറവ് പറയരുത്. അവരെ കുറിച്ച് പറയരുത്. പോരായ്മ ഉണ്ടാകാം, നിങ്ങൾക്കുണ്ടാകാം. നിങ്ങളുടെ പോരായ്മ നിങ്ങളുടെ ഭർത്താവതി കൂടെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഉണ്ടാവും. അതേപോലെയാണ് ഓരോരുത്തരുടേതും. സഹോദരിമാരെ, സ്വന്തം ഭർത്താവിനെ അറിയ. ബാപ്പാ നിങ്ങൾക്ക് അറിയില്ലേ? അതുകൊണ്ട് ഇഷ്ടല്ലേ? ഉമ്മാനറിയില്ലേ? അറിയും. ഇക്കാക്കാനെ അറിയ. ഓരോ നിക്കാ ഖുത്ബയിൽ ഞാൻ പറയുന്നത് പോലെ കനോലി പ്ലോട്ട് കൂടെ പോകുമ്പോഴേ 50 റുപ്യന്റെ ചിപ്സും പേക്കും 90 റുപ്യന്റെ ബിരിയാണിയുടെ പേക്കുമായിട്ട് കുറെ സാധു മനുഷ്യന്മാർ വീൽ ചെയറിൽ വരെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോട് ചോദിച്ചു നോക്കി. ഞാൻ ചോദിച്ചതുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ എന്തിനായി നിൽക്കുന്നത്? മൗലവി, കുട്ടിയൊക്കെ ഫീസ് അടക്കണം, തികയിലില്ല മൗലവി. വികലാംഗ പെൻഷൻ വരെ കിട്ടുന്നവരുണ്ട്, നിൽക്കാണ് അവിടെ. അവരാ സോങ്ങനെ നമ്മളെ ഭർത്താക്കന്മാര്, അവർക്ക് പലരും കെട്ടേന് നമ്മളെ വീട്ടിൽ വന്ന് ബാപ്പാനിമാനും വിട്ട് അന്വേഷിച്ച് നമ്മളെ കയ്യും പിടിച്ച് നമ്മളെ കൂടെ കൊണ്ടുവന്നിട്ട് അവർക്ക് സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഏത് വാട്സപ്പ് ഗ്രൂപ്പിലെ ആളുകൾക്ക് ആശംസ അറിയിച്ചിട്ട് എന്താ കൂട്ടരെ കാര്യം? അതുകൊണ്ട് ഭർത്താക്കന്മാരെ സ്നേഹിക്കുക, സമാധാനം കൊടുക്കുക, ഇഷ്ടപ്പെടുക, ഉമ്മ വെക്കുക, ചേർത്ത് പിടിക്കുക. ഇക്കാക്ക ഞാൻ ഉണ്ടാകും, ആരൊക്കെ നിങ്ങളെ കുറ്റം പറഞ്ഞാലും ഞാൻ ഉണ്ടാകും. പടച്ചോൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നിങ്ങൾ ജീവിച്ചാൽ മതി, ഞാൻ ഉണ്ടാകും. അത് ടൂറ് പോകുമ്പോ മാത്രമല്ല, ടൂറിന് പൈസ ഇല്ലെങ്കിലും ഞാൻ ഉണ്ടാകും. ഗൾഫിൽ നല്ല പൈസ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, നാട്ടിക്ക് അത് കഴിഞ്ഞിട്ട് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോഴും ഞാൻ ഉണ്ടാകും. അവനാന്റെ കയ്യിൽ ആരോഗ്യവും സമ്പത്തുണ്ടാകുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിലും ഞങ്ങളെ കൂടെ ഉണ്ടാകും. അപ്പോഴാണ് നബി പറഞ്ഞ വാക്ക് ഹദീസ് പ്രായോഗികമാകുക. ഇദാ സ്വല്ലത്തിൽ മർഅ ഖംസഹ, 5 വക്ത് നിസ്കരിച്ചു, വസ്വാമത്ത് ശഹ്റഹ, 1 മാസം നോമ്പനുഷ്ഠിച്ചു, വഹസുനത്ത് ഫർജഹ, ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിച്ചു, വഅത്വാഅത്ത് സൗജഹ, ഭർത്താവിനെ അനുസരിച്ച് ജീവിച്ചു, ദഖലത് മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശാഅ, അവൾ ഇഷ്ടപ്പെടുന്ന സ്വർഗത്തിന്റെ ഏത് കവാടങ്ങളിലും അവൾക്ക് പ്രവേശിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോട് ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ പ്രവാചകന്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മുടെ മഹല്ലുകളിൽ അത്തരം പ്രവർത്തനങ്ങളില്ല. അള്ളാഹു ദീനിയായി നമ്മുടെ മഹല്ല നിലനിർത്തി തരുമാറാകട്ടെ. നമ്മളിതിൽ പുതിയ മക്കൾക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് പറയാണ്,
നമ്മളാരും ഇത് ആഘോഷിക്കണില്ല. പക്ഷെ പുതിയൊരു സമ്പ്രദായം വന്ന് കാണുന്നത് നമ്മൾ ചെയ്യൂല, പക്ഷെ അതിൽ നമ്മൾ സഹകരിക്കണമെങ്കിൽ നമുക്കൊരു കുറ്റബോധമല്ല. ഞാൻ പറഞ്ഞത്, എന്റെ പേരക്കുട്ടി പഠിക്കണ മദ്രസയിൽ അവിടെ ഒരു ദഫ്മുട്ടും അവിടെ കൊടിയും അവിടെ റാലി ഉണ്ടെങ്കിൽ അതിൽ എന്റെ പേരക്കുട്ടിനെ പങ്കെടുപ്പിക്കണേ എനിക്ക് കുറ്റബോധമല്ല. അത് ഡേഞ്ചറാണ്. നമ്മുടെ ഷോപ്പിന്റെ മുന്നിൽ നബിദിനാശംസകൾ എന്ന് സ്റ്റിക്കർ ഒട്ടിക്കുക എന്നുള്ളത് ഡേഞ്ചറാണ്. അതുകൊണ്ട് അങ്ങനെ പറയണത് ഡേഞ്ചറാണ്. അതൊരു തർക്ക വിഷയം ആയതുകൊണ്ടല്ല. എന്തുകൊണ്ട് നമ്മൾ ആഘോഷിക്കാത്ത അറിയോ നിങ്ങളെ? നമ്മൾ വേറെ പള്ളിയും വേറെ മഹല്ലായതുകൊണ്ടല്ല. അള്ളാന്റെ ദീനിൽ ഇല്ലാത്തൊരു സാധനം ചെയ്താൽ നരകത്ത് പോകുന്നുള്ളതുകൊണ്ടാണ്. വേറൊന്നുമല്ല. സ്വർഗത്തിൽ നരകത്തിൽ ഇല്ല, നടുക്കാണെങ്കിൽ പിന്നെയും നോക്കാം. നരകത്ത് പോകുന്നു പറഞ്ഞതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പൊ അതില് പിന്നെ ആശംസ തരാൻ പറ്റൂ? ഞാൻ സാധാരണ പറയണ്ട്, ചില ആൾക്കാർ നമ്മളെ ചെയ്യണില്ല, എന്നാലും അതിന്റെ ചോറുണെന്ന നെയ്ച്ചോറും ബീഫും നമ്മളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ, ബസുമതി അരി നമ്മളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഓരോരുത്തരും മത നിയമമാണ്. അങ്ങനെ പറയേണ്ട ഒരു കാര്യമാണ് അല്ല. എന്താണ് ആ ഭക്ഷണം എന്നറിയാം. എന്താണെന്നറിയോ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിന്റെ വാചകം അതുപോലെ പറയട്ടോ. മൻ ഇബ്തദ ഫിൽ ഇസ്ലാം ബിദ്അ. അത് മക്കൾക്കും കൂടി പറഞ്ഞു കൊടുക്കാൻ, ഇതിന് മലയാളം പറഞ്ഞു കൊടുത്താൽ മതി. മൻ ഇബ്തദ ഫിൽ ഇസ്ലാം ബിദ്അ. ഒരാൾ ദീനിൽ പുതിയതായിട്ടൊരു ആഘോഷം, ഒരു ആചാരം കൊണ്ടുവന്നു. യറാഹ ഹസന. അയാൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്മയാണ്. നബിനെ പറ്റി പുകഴ്ത്തുക, നബിന്റെ പേരിൽ സ്വലാത്തില്ല, കുട്ടിയാക്കി നബിനെ പറ്റി പറഞ്ഞു കൊടുക്കുക, ആ മുസ്ലിം സഹോദരങ്ങൾക്ക് അന്നത്തെ ആ മാസം ഒരു ക്യാമ്പയിൻ വെക്കുക, ഇങ്ങനെയാണ് അയാളെ കരുതുന്നത്. പക്ഷേ ഫഖദ്, അള്ളാന്റെ ദീൻ എന്താന്ന് പറയട്ടോ, ഫഖദ് സഅം അന്ന മുഹമ്മദൻ ഖാന അർരിസാല. യഥാർത്ഥത്തിൽ അയാൾ വാദിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ വഞ്ചിച്ച് മരിച്ചുപോയ ആളാണ്. കാരണം സ്വർഗത്തേക്ക് എത്തേണ്ട കാര്യം മുഹമ്മദ് നബി, ഇത് സ്വർഗത്തേക്ക് എത്തേണ്ട ഒരു കാര്യമാണ്, ഇത് പഠിപ്പിക്കാതെയാണ് നബി പോയത്. നബി വഞ്ചകനാണ്. എന്റെ പേരേക്ക് 1 കിലോന്റെ ഇറച്ചിപ്പൊതിയും ചോറും പൊതി ഇങ്ങനെ കിട്ടുമ്പം നമ്മളെ മൈൻഡിലുണ്ടാണ്ട് നബി വഞ്ചകനാണ് എന്ന് അറിഞ്ഞോ അറിയാതെയോ വാദിക്കുന്ന ആളുകൾ അതിന്റെ പേരിൽ ഉണ്ടാക്കിയ ഫുഡാണ് എന്റെ പേരേക്ക് കൊണ്ടുവന്നത്. അത് വാങ്ങണോ വാങ്ങണ്ടേന്ന് അവനാൻ തീരുമാനിക്കാം. അതിന്റെ പേരിൽ ആശംസ സ്റ്റിക്കർ ഒട്ടിക്കണോന്ന് അവനാൻ തീരുമാനിക്കാം. അതിന് വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങോട്ടും പറഞ്ഞിട്ട് വിടണമെന്ന് നമ്മൾ ആലോചിക്കാം. നമ്മുടെ വാപ്പ വഞ്ചകനാണ്. നമ്മളെ കുടുംബത്തിന്റെ പേര് എന്നാണ് നമ്മളെ കുടുംബം പേരുകൾ. കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരും വഞ്ചകന്മാരും ചതിയന്മാരാണ് എന്നതിന്റെ പേരിൽ ഈ നാട്ടിലൊരു മുട്ടായി വിതരണം നടത്തിയിട്ട് അത് നമ്മളെ പേരിൽ കൊണ്ടുവരുമ്പം എക്കളേർ മുട്ടായി നമ്മളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് തിന്നണോനെ പറ്റിയിട്ട് എന്താ നമ്മളെ വാദം? അതിന്റെ എത്രയോ മുകളിലല്ലേ. നമ്മളെക്കാളും നമ്മുടെ വാപ്പാനേക്കാളും ഉമ്മാനേക്കാളും മുകളിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചകനാണ് എന്നതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഒരിക്കലും ബിദ്അത്തുമായി സഹകരിക്കുകയേ ചെയ്യരുത്, ആഘോഷിക്കരുത്, ഭക്ഷണം കഴിക്കരുത്, സഹകരിക്കരുത്. അള്ളാഹുവിനോടും പ്രവാചകനോടുമുള്ള ധിക്കാരം. ഒന്നുകൂടി പറഞ്ഞാൽ, ഹദീസ് പറഞ്ഞാൽ ആ വിഷയം അവസാനിക്കും. നമ്മൾ ഈ ചെയ്യുന്നൊക്കെ എന്തിനാണ് രസങ്ങളെ? ഇപ്പം ഭാര്യ ഭർത്തൃബന്ധം ഒക്കെ നമ്മൾ എന്തിനാ പറയുന്നത്? നമുക്ക് ഒരുമിച്ച് സ്വർഗത്ത് പോകാനല്ലേ? സോങ്ങളെ, നിങ്ങൾക്കറിയോ, അറിവില്ലാതെ ഇതൊക്കെ ചെയ്ത് ശരിക്ക് കേൾക്കണ്ടോ, അറിഞ്ഞും അറിയാതെയും ഇത് ചെയ്തിട്ട് നാളെ പരലോകത്ത് നബിനോടുള്ള ഇഷ്ടാന്ന് വിചാരിച്ച് പരലോകത്ത് എത്തുന്ന ഒരു വിഭാഗത്തെ പറ്റി അന്ന് നബി പറഞ്ഞു. അന്ന് എങ്ങനെ അറിയോ? ഹൗദുൽ കൗസറിലെ വെള്ളം കൊടുക്കാൻ അള്ളാഹ് നിശ്ചയിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഓരോ സമുദായത്തിനും കൊടുത്തുട്ടോ, ശരിക്കും മനസ്സിൽ കേൾക്കണം, കൊടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മുടെ സമുദായം ഇങ്ങനെ വരികയാണ്. അതിൽ അള്ളാഹു ഒരു വിഭാഗത്തോട് ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞ നരകത്തേക്കാണ് പറഞ്ഞയച്ചു. ഹദീസിൽ പറഞ്ഞ വാക്കെന്തറിയോ? അള്ളാഹു നേർക്കുനേരോടെ പറയണം, അഖൂലു റബ്ബി അസ്ഹാബി. അപ്പൊ നബി പറയാൻ, പടച്ചോനെ, ഒലിന്റെ കൗമാണല്ലോ, ഒലിന്റെ കൗമാണ്. ഇന്റെ കൗമിൽ എങ്ങനെയാണ് അള്ളാഹുവെ നീ നരകത്ത് പറഞ്ഞയച്ചത്? അപ്പൊ അള്ളാഹു അവരോട് പറഞ്ഞ, നബിനോട് പറഞ്ഞ വാക്കെന്തറിയോ? ഞാൻ അവരെ ഹൗലുൽ കൗസറിലേക്ക് വന്ന നിന്റെ സമുദായത്തിൽപ്പെട്ട ആളുകളെ ഞാൻ നരകത്തിലേക്ക് പറഞ്ഞയച്ചത് ലാ തദ്രി മാ അഹദസു ബഅദക്. നബിയെ, നിങ്ങൾക്കറിയില്ല അവർ നിങ്ങളുടെ മരണശേഷം മതത്തിൽ പുതിയതായി ആഘോഷങ്ങളും ആചാരങ്ങളും
നിങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ പേരിലും ഇസ്ലാമിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ എന്ന് വാദിച്ചുണ്ടാക്കിയവരാണ്. എന്തിനാ അതൊക്കെ ചെയ്യണ്? നബിനെ കാണാൻ, അള്ളാനെ കാണാൻ. അള്ളിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും ഹൗദുൽ കൗസറിലെ വെള്ളം നിഷേധിച്ചത് ഇസ്ലാമിലില്ലാത്ത പുതിയ ആഘോഷവും ആചാരവും നല്ലതാണ് എന്ന പേരിൽ പിന്നീട് ഉണ്ടാക്കിയവരെയാണ്. നമ്മൾ ഉണ്ടായത് മഹലിൽ ഒരാളുണ്ടായത് കെട്ടിച്ച് പറഞ്ഞിടത്ത് വാപ്പാരെ നമുക്ക് നല്ല ഉത്തരവാദിത്തമുണ്ട്, അങ്ങനത്തെ ഒരു സ്ഥാപനങ്ങൾ നമ്മളെ മക്കൾ പഠിക്കാൻ പാടില്ല, നിങ്ങൾക്ക് ആ വിഷയത്തിൽ എന്ത് തോന്നിയാലും വേണ്ടില്ല, ദീനാണ് പറയണമെന്നുള്ളത് പറയും. ഒരു സ്ഥാപനത്തിലും അങ്ങനത്തെ പഠിക്കാം. കാരണം എന്താ അറിയോ, ചിലപ്പോൾ നമ്മളെ നിർബന്ധത്തിന് വഴങ്ങി ഇപ്പോലും ചെയ്യൂല, പക്ഷെ വല്ല മനസ്സിലുണ്ടാവും. ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുക എന്താണ് ദീന്, എന്താണ്. അതുകൊണ്ടാണ് രണ്ടാം ഖുത്ബയിൽ പറയുന്നത് നമ്മുടെ മഹലിൽ അങ്ങനത്തെ ഒരു ആഘോഷമല്ല. പക്ഷെ അടുത്ത തലമുറ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നമ്മളെ വാപ്പാരും വല്യാപ്പാരും ഇത് ആഘോഷിക്കാത്തത്. മഹല്ല് വേറെ ഏതുകൊണ്ടോ ബാങ്ക് വേറെ ഏതുകൊണ്ടോ അല്ല, ഇത് ദീനിലില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പൂർണ്ണമായും മാറി നിൽക്കുക. നരകത്തിലേക്ക് പോകുന്ന ഒരു വഴിയിലും ബോധപൂർവം യുവാക്കളെ യുവതികളെ നമ്മൾ ഉണ്ടാകാതിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥാ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നാഥാ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ ഇണകളിലൂടെ നാഥാ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മക്കളിലൂടെ നാഥ സൗഭാഗ്യവും സന്മാർഗവും ദീനും തഖ്വയും ഒക്കെയുള്ള മക്കളാക്കി നാഥാ നീ ഞങ്ങളെ മക്കളെ എല്ലാവരെയും മാറ്റി തീർക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരുണ്ട് നാഥ, വാപ്പ ഉമ്മ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളെ പള്ളിയിൽ ഒരുപാട് കാലം വന്നവർ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചവർ, പണ്ഡിതന്മാർ. നാഥ നീ അവർക്കെല്ലാം ഖബറിടം വിശാലമാക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായി ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, സാമ്പത്തികമായി നല്ല ഞെരുക്ക് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, പൈസ പലയിടത്തുനിന്ന് കിട്ടിയാൽ ജീവിതം സുഖകരമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. നാഥ എല്ലാവരുടെയും സാമ്പത്തികമായ കുടുംബപരമായ മാനസികമായ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്തും വർധനവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഗൾഫ് നാടുകളിൽ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ജേഷ്ഠന്മാർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, നാഥാ നീ അവർക്കെല്ലാം ഖൈറും ബർക്കത്തും ആരോഗ്യവും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അങ്ങേയറ്റം പീഡനം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് നാഥ, ഭക്ഷണത്തിന് വേണ്ടി യാചിക്കേണ്ടി വരുന്ന ഞങ്ങളുടെ കുടുംബക്കാരുണ്ട് നാഥ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്ക് ചെയ്യാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ, ശുദ്ധ തൗഹീദിൽ നമസ്കാരം നിലനിർത്തുന്നവരായി, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരായി, പ്രവാചകനെ സ്നേഹിക്കുന്നവരായി മരണപ്പെട്ടു പോകാൻ നാഥാ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.